പ്രൈസ് ദി ലോർഡ്. എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ ശാപത്തിൽ കിടക്കുകയില്ല. എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ രോഗത്തിലും കിടക്കുകയില്ല. എല്ലാ കാലഘട്ടത്തിലും നിങ്ങൾ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്ക് പോകയില്ല. ഇന്ന് എന്നിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ദൈവം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ ഈ സീസണിൽ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നതും അത് തന്നെയാണ്. വീണുകിടക്കുന്ന ലോത്തിനെ പോലെയാകാതെ എഴുന്നേറ്റ് നിന്ന് വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ഒരു അബ്രഹാമിനെ പോലെ ചിലരോട് എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി സംസാരിക്കുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥനയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ശക്തമേറിയ പ്രവചന ദൂതിതാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലും നിങ്ങൾ ഇതുവരെ നിരൂപിക്കാത്ത രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. നിങ്ങൾ മാറ്റങ്ങളുടെ സീസണിലാണ് ആയിരിക്കുന്നത്. നിങ്ങൾ ദൈവ പ്രവൃത്തികളുടെ സീസണിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ മെസ്സേജ് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നു തന്നെ പല മാറ്റങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വരുത്തി തീർക്കുവാൻ വേണ്ടി പോകുകയാണ്. നമ്മൾക്കൊരു വാക്യം വായിച്ചുകൊണ്ട് ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നൽകി തന്ന ഒന്ന് രണ്ട് ശബ്ദമേറിയ ആലോചന ഞാൻ പങ്കുവച്ചിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തന പുസ്തകങ്ങൾ 126 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളാണ്. ഇത് വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിക്കുകയാണ്, നിങ്ങളോട് ഇടപെടുകയാണ്. നിങ്ങളുടെ ഇന്നത്തെ അന്തരീക്ഷത്തെ എന്റെ ദൈവം മാറ്റുകയാണ്. അതിന്റെ 1-2 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അസാധ്യമായൊരു കാര്യമാണ് ദൈവം അവരുടെ മുമ്പിൽ ചെയ്തത്. അത് ദൈവം ചെയ്തു കൊടുത്തപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ പല വിഷയങ്ങളുടെ മറുപടി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരികയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നിങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ ദൈവം നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. അടുത്ത വാക്യം ഇപ്രകാരം പറയുന്നു: അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. പലരുടെയും അവൻ ദുഃഖങ്ങൾ സന്തോഷമാകുവാൻ വേണ്ടി പോകുന്നു. പലരുടെ കരച്ചിൽ ആനന്ദകരമായ അനുഭവത്തിൽ എന്റെ ദൈവം ഈ സീസണിൽ മാറ്റി തീർക്കുവാൻ വേണ്ടി പോകുകയാണ്. ആമേൻ. അടുത്തത് പറയുന്നത്, യഹോവ അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ചിലരോടുള്ള ശക്തമേറിയ പ്രവചന ദൂതാണ്. എന്റെ ദൈവം ഈ സീസണിൽ നിങ്ങളുടെ മേൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? എന്നോടൊപ്പം ചേർന്നുകൊണ്ടെന്ന് പറഞ്ഞാട്ടെ, എന്റെ യേശു എന്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. അത് എന്നിൽ ചെയ്തു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടത് കാണുവാൻ വേണ്ടി പോകുകയാണ്. വാസം എന്നത് ഒരു സന്തോഷകരമായ അനുഭവമല്ല. അത് ഏത് പ്രവാസമാണെങ്കിലും അത് വേദനാജനകമായ അനുഭവമാണ്. അവിടെ ദുഃഖങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അവർ വിതയ്ക്കും, വല്ലോരും വന്ന് കൊയ്യുവാനിടയായിത്തീരും. അവരെ പീഡിപ്പിക്കുവാനിടയായിത്തീരും. അവരെ ഞെരുക്കത്തിലേക്ക് കൊണ്ടുപോകുവാനിടയായിത്തീരും. ഇത് തന്നെയാണ് ബൈബിൾ ചരിത്രത്തിലെ സകല പ്രവാസങ്ങളും നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ഈജിപ്തിലേക്ക് അവർ കടന്നുപോയപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതും അത് തന്നെയാണ്. അവരെ
പീഡിപ്പിക്കുവാനിടയായിത്തീർന്നു. പ്രവാസം എന്നത് അടിമത്തത്തെ കുറിക്കുന്നതാണ്. അതിൽ നിന്ന് ആർക്കും പെട്ടെന്ന് പുറത്തു വരാൻ പറ്റുകയില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ ദൈവം പ്രവാസികളായ ജനത്തെ മടക്കി വരുത്തുവാനിടയായി തീർന്നു. ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രവാസത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകുന്ന വ്യക്തിയാണോ? ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ സക്സസ് കാണാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാൻ വിതയ്ക്കുന്നുണ്ട്, എനിക്ക് കൊയ്യുവാൻ പറ്റാത്ത അനുഭവമാണ്. ഏതൊക്കെയോ മുഖം എന്റെ ജീവിതത്തിൽ, എന്റെ മക്കളുടെ ജീവിതത്തിൽ, എന്റെ കുടുംബ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു ഭവിക്കുവാനിടയായി തീർന്നു. അത് കാരണത്താൽ എനിക്ക് എന്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാൻ പറ്റാത്ത അനുഭവമാണെന്ന് പറയുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപക്ഷെ പ്രവാസത്തിന്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണ്. എന്നാൽ ഗുഡ് ന്യൂസ് ഞാൻ പറയാ, ആ പ്രവാസത്തിൽ നിന്ന് എന്റെ ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ പറ്റും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ക്യാപ്റ്റിവിറ്റിയിൽ കടക്കുന്ന, അടിമത്തത്തിൽ കടക്കുന്ന, പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്ന, മനസ്സ് ഒരു യുദ്ധ സമാനമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന, നിരാശയിൽ കടന്നു പോകുന്ന, രോഗം മാത്രം ജീവിതത്തിൽ കണ്ടുകൊണ്ട് മരണമാണ് എന്റെ മുമ്പിലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നടക്കുന്ന ചിലർ, ഇവരെയൊക്കെ ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇത് തന്നെയാണ്, നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെ എന്റെ ദൈവം അവിടെ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ചേർന്ന് പ്രാർത്ഥിച്ചോ. വലിയ ദൈവ പ്രവൃത്തികൾ നിങ്ങൾ കണ്ടു തുടങ്ങുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളുടെ കൺഫർമേഷന് വേണ്ടി ഞാൻ പറയാം. ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊണ്ടോ, നിങ്ങളുടെ വാഗ്ദത്തകാലം അടുത്തു. സകല വ്യക്തികളും പ്രവാസത്തിലേക്ക് കടന്നുപോയ അനുഭവത്തിൽ അവർ ഒരുപാട് സ്ട്രഗിളിൽ കൂടി കടന്നുപോയപ്പോൾ അവരുടെ വാഗ്ദത്ത നിവർത്തീകരണത്തിലേക്ക് അവർ ഒരു സ്റ്റെപ്പ് കൂടി അടുത്തു വരുവാനിടയായി തീർന്നു. ഇന്ന് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന മേഖല നോക്കിക്കൊണ്ട് നിങ്ങൾ തന്നെ ഇത് പറഞ്ഞോ, ആ സ്ട്രഗിളിന്റെ മേൽ എന്റെ വാഗ്ദത്തം പൊട്ടി പുറത്തു വരുവാൻ വേണ്ടി പോകുകയാണ്. പ്രവാസത്തിലായിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, വാഗ്ദത്ത കാലഘട്ടത്തിൽ മോശ ജനിക്കുവാനിടയായി തീർന്നു. ഒരു മോശയുടെ ജനനമെന്ന് പറയുന്നത് പലതിന്റെയും സൈനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ഒരു ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവാസത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങി വരുന്ന അനുഭവമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. വാഗ്ദത്തമുള്ളവന് വിഷയങ്ങളുണ്ട്. വാഗ്ദത്തമുള്ളവൻ ഒരുപക്ഷെ പ്രവാസത്തിലേക്ക് കടന്നു പോകാം. വാഗ്ദത്തമുള്ളവൻ ഒരുപക്ഷെ ഞെരുക്കത്തിലേക്ക് കടന്നു പോകാം. വാഗ്ദത്തമുള്ളവന് അവന്റെ മുൻപിൽ ഒരു വഴിയും ഇല്ല എന്ന് തോന്നുമാറ് എല്ലാ വഴികളും അടയപ്പെടാം. എന്നാൽ അതിന്റെ നടുവിൽ നിങ്ങൾ ഓർത്തുകൊള്ളുക, എന്റെ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ദൈവം പല വ്യക്തികളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്, വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ സാമ്പത്തികമാകുന്ന പ്രതിസന്ധിയിൽ നിന്ന്, നിങ്ങളുടെ ഞെരുക്കത്തിൽ നിന്ന്, നിങ്ങളുടെ ഇല്ലായ്മയിൽ നിന്ന് ഈ സീസണിൽ എന്റെ ദൈവം നിങ്ങളെ പുറത്തെടുക്കുകയാണ്. പ്രാർത്ഥിച്ചോ. വലിയ ദൈവ പ്രവർത്തികൾ ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുകയാണ്. ആദ്യത്തമുള്ള ജനം പ്രവാസത്തിലാണ്. എന്നാൽ ആ ജനത്തെ എന്റെ ദൈവത്തിന് ഒരിക്കലും കൈവിടാൻ പറ്റുകയില്ല. ആ ജനത്തോടുകൂടെ എന്റെ ദൈവം എല്ലാ കാലഘട്ടത്തിലും നിലകൊള്ളുവാനിടയായിത്തീരും. ആ ജനത്തിന് വേണ്ടി എന്റെ ദൈവം എന്തും ചെയ്യുവാൻ മടിക്കയില്ല. ആ വേർഡൊന്ന് നോട്ട് ചെയ്തോ. വാഗ്ദത്തമുള്ള നിന്റെ ജീവിതത്തിൽ, വാഗ്ദത്തമുള്ള നിന്റെ മക്കളുടെ ജീവിതത്തിൽ, വാഗ്ദത്തമുള്ള നിന്റെ ലൈഫിന്റെ മേൽ എത്ര
എത്ര വിഷയമുണ്ടെങ്കിലും എന്റെ ദൈവം നിന്നോട് കൂടെ തന്നെ നിലനിൽക്കുവാനിടയായിത്തീരും. നിലനിൽക്കുക മാത്രമല്ല, ആ വിഷയത്തിന്റെ നടുവിൽ നിന്ന്, ആ ഞെരുക്കത്തിന്റെ നടുവിൽ നിന്ന്, ആ പ്രതിസന്ധിയുടെ നടുവിൽ നിന്ന് നിന്നെ അത്ഭുതകരമായി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇപ്പോൾ സംസാരിക്കുകയാണ്. പല സ്റ്റക്കായ മേഖലകളിൽ ഇനി എന്തെന്ന് ചോദിക്കുന്ന ഒരുപാട് പേർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. പാസ്റ്റർ, എന്റെ മുൻപിൽ എനിക്കൊന്നും കാണുവാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ വാഗ്ദത്തമുള്ള തലമുറയാണ്, നീ വാഗ്ദത്തമുള്ള തലമുറയാണ്. നിന്നോട് കൂടെ എന്റെ ദൈവം ഉറച്ചു നിൽക്കും. നിന്റെ മുൻപിൽ ചെങ്കടലുകൾ വിഭജിക്കപ്പെടും. നിന്റെ മുൻപിൽ മരണയോർദാൻ വഴിമാറുവാനിടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഇത് തന്നെയാണ്. നിന്നോട് കൂടെയുള്ള ദൈവം നിനക്കു വേണ്ടി ഇന്ന് വൻ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ ദുഃഖത്തെ എന്റെ ദൈവം സന്തോഷമാക്കി തീർക്കുവാനിടയായി തീർന്നു. അവർ സ്വപ്നം കാണുന്നത് പോലെ എന്റെ ദൈവം അവരുടെ പ്രവാസത്തിൽ നിന്ന് മടക്കി വരുത്തുവാനിടയായി തീർന്നു. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല വ്യക്തികളുടെയും ഞെരുക്കമെന്ന പ്രവാസത്തിൽ നിന്ന്, രോഗമെന്ന പ്രവാസത്തിൽ നിന്ന്, കഷ്ടത എന്ന പ്രവാസത്തിൽ നിന്ന്, എന്തു ചെയ്തിട്ടും സക്സസ് കാണാത്ത പ്രവാസത്തിൽ നിന്ന് എന്റെ ദൈവം മടക്കി വരുത്തുവാൻ വേണ്ടി പോകുകയാണ്. എങ്ങനെ? സ്വപ്നം കാണുന്ന രീതിയിൽ തന്നെ എന്റെ ദൈവം മടക്കി വരുത്തുവാൻ വേണ്ടി പോകുകയാണ്. ഈ സീസണിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഈ സീസണിൽ നിങ്ങൾ ദൈവത്തോട് അടുത്തിരുന്നോ? നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അത് കാണും, സാക്ഷീകരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ യേശുവിന്റെ നാമത്തിൽ വിളിച്ചു വരുത്തുകയാണ്. നിങ്ങളുടെ പ്രവാസത്തിന്മേൽ നിങ്ങൾ ഒരുപാട് നാൾ കടക്കുകയില്ല. നിങ്ങളുടെ കഷ്ടതയുടെ മേൽ നിങ്ങൾ ഒരുപാട് നാൾ കടക്കുകയില്ല. നിങ്ങളുടെ രോഗത്തിന്മേൽ നിങ്ങൾ ഒരുപാട് നാൾ നിലനിൽക്കുകയില്ല. സ്വാതന്ത്ര്യം എല്ലാ മേഖലകളിലും ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന അവസ്ഥ ഏതുമാകട്ടെ, എത്ര വലിയ പ്രവാസമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അനുഭവമാകട്ടെ, അതിൽ നിന്ന് സ്വപ്നം കാണുന്നത് പോലെ എന്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റും. എന്റെ ദൈവത്തിന് അവിടെ നിന്ന് നിന്നെ വിടുവിക്കുവാൻ പറ്റും. കർത്താവ്, ഈ ജനത്തെ ഞാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. ഇവർ കടന്നു പോകുന്ന ജീവിതമാകുന്ന പ്രവാസത്തിന്റെ മേൽ ദൈവകരം ഇന്ന് ചലിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദൂത് പലരുടെയും ജീവിതത്തിൽ ഒരു വിടുതലിന് കാരണമാകുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ്, ഇവരുടെ സാമ്പത്തികമെന്ന പ്രവാസം, കർത്താവ്, ഇവരുടെ കഷ്ടത എന്ന പ്രവാസം, ഇവരുടെ രോഗമെന്ന പ്രവാസം, ഇവരുടെ അടിമത്തം എന്ന പ്രവാസം, പൈശാചികൻ ബന്ധിച്ചിരിക്കുന്ന പല മേഖലകൾ, അതിന്റെ നടുവിൽ ദൈവത്താലുള്ള വിടുതലുകളെ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ. എല്ലാ ശനിയാഴ്ചയും നമുക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. ഞാൻ ലൈവായി നിങ്ങൾ ശുശ്രൂഷിക്കുന്നുണ്ട്. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സ്ഥലവും നിങ്ങളുടെ പേരും സൂം മീറ്റിംഗിൽ പങ്കുചേരുവാൻ താല്പര്യമുണ്ടെന്നുള്ളൊരു മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഓർക്കുക, ഈ പ്രവാസം നിങ്ങളെ കൊല്ലുകയില്ല. ഈ പ്രവാസത്തിന്മേൽ ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് കാണുവാൻ പറ്റും. എൻ്റെ ഫോൺ നമ്പറാണ് സ്ക്രീനിൽ കാണുന്നത്. അതിൽ നിങ്ങൾക്ക് ഫോണിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേരിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. നാളെ വേറൊരു മെസ്സേജുമായി കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.